ഭാഗത്ത് നിന്നുകൊണ്ടാണ് ശുശ്രൂഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു വഴിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത്. സ്തോത്രം. ജീവിതത്തിൽ അവർ യോർദാനിലുള്ള വഴി കൂടെ പോയിട്ടില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്നുവരെ ഞാൻ അഭിമുഖീകരിക്കാത്ത ഒരു പ്രശ്നത്തിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. ഇന്നുവരെ ഞാൻ നേരിടാത്ത ഒരു വെല്ലുവിളിയിൽ കൂടെയാണ് പോകുന്നത്. ഒരു പ്രതിസന്ധിയിൽ കൂടെയാണ് പോകുന്നത്. ഒരു രോഗത്തിൽ കൂടെയാണ് പോകുന്നത്. ഒരു സാമ്പത്തിക വിഷയത്തിൽ കൂടെയാണ് പോകുന്നത്. അല്ലേ? ജീവിതത്തിൻ്റെ പല കാര്യങ്ങളെടുത്ത് നോക്കി. സ്തോത്രം. മുമ്പേ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. സ്തോത്രം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സ്തോത്രം. എന്നൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ചില വിഷയങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിന് സംസാരിക്കാനുണ്ട്. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറയുന്നത്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനമ. സ്തോത്രം. ചെങ്കടൽ കടന്ന ജനമ. ചെങ്കടൽ തീർന്നില്ല, ചെങ്കടൽ കടന്ന ജനമ. മരുഭൂമിയിൽ 40 വർഷം നടന്ന ജനമ. സ്തോത്രം. ഒന്നാലോചിച്ച് നോക്കി. എന്നാൽ സ്തോത്രം, മിസ്രൈമിലെ അനുഭവവും ചെങ്കടൽ കടന്ന അനുഭവവും അറിയാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്. അതിനകത്തുനിന്ന് ഇതറിയുന്ന 2 പേരേ ഉള്ളൂ, യോശുവയും കാലേബും. സ്തോത്രം. അപ്പോൾ ഇവർ സ്തോത്രം യോശുവയും കാലേബിനും നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതം കണ്ടതാ. സ്തോത്രം. ചെങ്കടൽ വിഭാഗിക്കപ്പെടുന്നത് കണ്ടതാ. സ്തോത്രം. മിസ്രൈം സൈന്യം തകർന്നു മാറുന്നത് കണ്ടതാ. മരുഭൂമിയിൽ 40 വർഷക്കാലം അത്ഭുതങ്ങളെ കണ്ടതാ. സ്തോത്രം. ഇവരുടെ ജീവിതത്തിൻ്റെ മുന്നിൽ എല്ലാ ദിവസവും അത്ഭുതങ്ങളെ കണ്ടതാ. പക്ഷേ ഇവിടെ വന്നപ്പോൾ പുതിയൊരു പ്രശ്നം, പുതിയ ഒരു തടസ്സം, പുതിയ ഒരു സംഭവം. ഇന്നുവരെ യോർദാൻ്റെ അനുഭവത്തിൽ കൂടെ അവർ പോയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പക്ഷേ പല അനുഭവങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് നേരിടുന്ന പ്രശ്നം കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും നേരിട്ട പ്രശ്നം പോലെയല്ല. സ്തോത്രം. നേരിട്ട വിഷയം പോലെയല്ല എന്നാരെങ്കിലും ചിന്തിച്ചൊരു വിഷയത്തിൻ്റെ നടുവിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. ഹല്ലേലൂയ.